ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് ദിവസം പരോൾ കൊടുക്കുന്ന ഗൌരവതരമായ വിഷയമാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നത്. സിപിഎം പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിനോട് സ്പീക്കർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ഇന്ന് ചെയ്തത്. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് അവർ 1000-ലധികം ദിവസം പരോൾ കിട്ടിയ പ്രതികളുണ്ട്. 1000-ലധികം ദിവസം, 500-ലധികം ദിവസം, അതായത് 3 കൊല്ലക്കാലത്തിൽ കൂടുതൽ സമയം അവർ ജയിലിന് പുറത്തായിരുന്നു. മാത്രമല്ല ഒരു DIGയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തെളിവുകൾ പുറത്തു വന്നതിന് എല്ലാ ജയിലുകളിലും പോയി തടവുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ച് കൊടുത്തിരുന്ന ഒരു DIGയാണ് ഈ പിണറായി വിജയന്റെ പോലീസിന് കീഴിലുണ്ടായിരുന്നത്. വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് വിവിധ ജയിലുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ച്, അതായത് ഏറ്റവും അടുത്ത ബന്ധു മരിക്കുകയോ ഗുരുതരമായ അസുഖം ബാധിക്കുകയോ ചെയ്താൽ മാത്രമേ പരോൾ കൊടുക്കാൻ പാടുള്ളൂ. 1000-ലധികം ദിവസം എങ്ങനെയാണ് ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ കിട്ടിയത്? 1000-ലധികം ദിവസം ഇവരുടെ ബന്ധുക്കൾ മരിച്ചോ? ഇവരുടെ ബന്ധുക്കൾ ഗൌരവമായിട്ട് സീരിയസ് ആയി കിടന്നോ? അപ്പൊ കൊടുക്കുകയാണ്. അതായത് CPMന് വേണ്ടി കൊല നടത്തിയ പ്രതികൾക്ക് പരോളാണ്. അപ്പൊ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ്. തടവുകാർക്കുള്ള പ്രത്യേകമായ നിയമത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടി, ഇതിന് മറുപടി പറയാതെ. KK രമയുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടിയത്. പാർലമെന്റ് മന്ത്രി പറഞ്ഞത് മുഴുവൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലെങ്ങാണ്ടാണ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രതിക്ക് പരോൾ കൊടുത്തത് ജനുവരി 30-ാം തീയതി. എന്നാ ജനുവരി 30 ഇന്ന് എത്രാം തീയതിയാ? അപ്പൊ ജനുവരി 30 കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? അപ്പൊ എന്താ പിന്നെ സഭ കൂടിയോ? രണ്ടാമത്തെ പ്രതിക്കും പരോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പാർലമെന്ററി കാര്യം മന്ത്രി നോട്ടീസ് പോലും വായിച്ചു നോക്കാതെയാണ് നിയമസഭയിൽ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തിയത്. ഇത് ശരിയല്ല, വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ജനുവരി 30-ന് രണ്ടാമത്തെ പ്രതിക്ക് പരോൾ കൊടുത്തിട്ടുണ്ട്. പയ്യന്നൂരിൽ പോലീസിനെ സ്റ്റീൽ ബോംബെറിഞ്ഞ് കൊല്ലാൻ മടിക്കാത്ത, അതിനുവേണ്ടി ശ്രമിക്കാൻ മടിക്കാത്ത പ്രതികളെ വീണ്ടും ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി വിടുന്നത് വീണ്ടും കുഞ്ഞുകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഗൌരവമായ സംശയം പയ്യന്നൂരിൽ നിലനിൽക്കുകയാണ്.